നമുക്കിന്ന് കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് പഠിക്കും. ഇലക്ട്രിക്കൽ സർക്യൂട്ടുകളിൽ റെസിസ്റ്റേഴ്സ് കമ്പൈൻ ചെയ്താണ് ഉപയോഗിക്കുന്നത്. ഒന്നിൽ കൂടുതൽ റെസിസ്റ്ററുകൾ കമ്പൈൻ ചെയ്ത് ഉപയോഗിക്കുമ്പോൾ രണ്ട് രീതിയിലാണ് കണക്ഷൻ വരുന്നത്. സീരീസ് ആയിട്ടും കമ്പൈൻ ചെയ്യാം, പാരലൽ ആയിട്ടും കമ്പൈൻ ചെയ്യാം. സോ there are two types of combination of resistors. First one is resistors in series. രണ്ടാമത്തേത് resistors in parallel. First we will consider resistors in series. നമുക്ക് 3 റെസിസ്റ്ററുകൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. 3 റെസിസ്റ്ററുകൾ പേര് കൊടുത്തിരിക്കുന്ന R1, R2, R3. They are connected in series. Series എന്ന് പറയുമ്പോൾ ഒന്നിനു പുറകെ അടുത്തത്. And the combination is connected to a cell of PdV. Potential difference V അല്ലേ, വോൾട്ടേജ് V ഉള്ള ഒരു സെല്ലിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ സർക്യൂട്ടിലെ കറണ്ട് എങ്ങനെയാണെന്ന് നോക്കാം. കറണ്ട് നമ്മൾ എപ്പോഴും പോസിറ്റീവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. എല്ലാ റെസിസ്റ്ററിലൂടെയും ഒഴുകുന്നത് സെയിം കറണ്ട് ആണ്. I is the same current flowing through these 3 resistors. പക്ഷെ ഇവിടെ ഈ ടോട്ടൽ വോൾട്ടേജ് V എന്ന് പറയുന്നത് സെയിം അല്ല, അത് ഡിവൈഡ് ചെയ്തു. പൊട്ടൻഷ്യൽ ഡിഫറൻസ് PD അക്രോസ് ദ റെസിസ്റ്റർ R1ന് നമുക്ക് V1 എന്ന് പേര് കൊടുക്കാം. R2ന് അക്രോസ് ആയിട്ടുള്ള PDക്ക് V2 എന്ന് കൊടുക്കാം. R3ക്ക് അക്രോസ് ആയിട്ടുള്ള PDക്ക് V3 എന്ന് കൊടുക്കാം. അപ്പോൾ നമ്മൾ 3 റെസിസ്റ്റേഴ്സ് ഇവിടെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ 3ലൂടെ ഒഴുകുന്നത് സെയിം കറണ്ട് ആയിരിക്കും, പക്ഷേ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വിൽ ബി ഡിഫറെൻറ്റ് ഫോർ 3 റെസിസ്റ്റേഴ്സ്. നമുക്ക് ഓംസ് ലോ ഉപയോഗിച്ചാണ് നമ്മൾ ഇഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ ഡെറൈവ് ചെയ്യുന്നത്. ഇഫ് ദി ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഈ 3 റെസിസ്റ്ററുകൾക്ക് പകരം ഒരു സിംഗിൾ റെസിസ്റ്റൻസ് R ആണെങ്കിൽ and the total current I is the main current flowing through the resistors and PdV. From Ohm's law we can write V is equal to IR. ഇനി ഓരോ റെസിസ്റ്ററിന്റെയും അക്രോസ് ആയിട്ടുള്ള PDയും കൂടെ എഴുതാം. PD അക്രോസ് റെസിസ്റ്റർ R1 V1 എന്ന് കൊടുക്കാം. V1 is equal to IR1. അതേപോലെ PD അക്രോസ് R2 എന്ന് പറയുന്നതിന്റെ പേര് V2 ആണ്. V2 is equal to IR2. PD അക്രോസ് R3 എന്ന് പറയുന്നത് V3 ആണ്. V3 is equal to IR3. ഇനി ഇവിടെ ഡിവൈഡ് ചെയ്തു പോകുന്ന ക്വാണ്ടിറ്റി ഏതാണ്? V എന്ന് പറയുന്ന ടോട്ടൽ പൊട്ടൻഷ്യൽ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തു പോവുകയാണ്. V1 ഉം V2 ഉം V3 ആയിട്ട്. അപ്പോൾ നമുക്ക് V is equal to V1 plus V2 plus V3 എന്ന് എഴുതാം. ഇനി ഓരോന്നിനും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. Vക്ക് IR എന്ന് കൊടുക്കുക, V1ന് IR1, V2ന് IR2, V3ക്ക് IR3. നമ്മൾ ഇക്വേഷൻ നോക്കിയാൽ I കോമൺ ആണ്. സോ I നമുക്ക് കട്ട് ചെയ്താൽ ക്യാൻസൽ ആയി പോകും. ബാക്കി വരുന്ന R is equal to R1 plus R2 plus R3. അതായത് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് വെൻ കണക്റ്റഡ് ഇൻ സീരീസ് എങ്ങനെയായിരിക്കും? ഇസ് എ സം ഓഫ് ഇൻഡിവിജ്വൽ റെസിസ്റ്റേഴ്സ്. എത്ര റെസിസ്റ്ററുകൾ ഉണ്ടെങ്കിലും അതിൻ്റെ എല്ലാം റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ആഡ് ചെയ്താ പോകുന്നത്. ഇപ്പോൾ n റെസിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ R is equal to R effective resistance is equal to R1 plus R2 plus R3 plus etc. up to Rn വരും. So effective value of resistor increases when resistors are connected in series. So if n resistors ഉണ്ടെന്ന് വിചാരിക്കുക, n resistors ഓരോന്നിൻ്റെയും വാല്യൂ R ആണെങ്കിൽ what is the total resistance when connected in series? NR. NR is the n resistors ഓരോന്നിൻ്റെയും വാല്യൂ R ആണെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ് R effective എന്ന് പറയുന്നത് NR വരും. Next we will consider resistors in parallel combination. പാരലൽ ആയിട്ട് കമ്പൈൻ ചെയ്യുമ്പോഴത്തേക്കും എൻഡുകൾ തമ്മിൽ ജോയിൻ ചെയ്യും. ഓരോ റെസിസ്റ്ററുകളുടെ R1, R2, R3,
are the three resistors connected in parallel. And the combination is connected, ആദ്യത്തെ പോലെ തന്നെ connected to a cell of PDV. This is the circuit diagram for combination of resistors in parallel. ഇവിടെ നോക്കാം, ഈ വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി എന്ന് പറയുന്നത് മൂന്നിനും സെയിം ആയിരിക്കും. ഈ സെയിം പി ഡി തന്നെയായിരിക്കും മൂന്നിനും അക്രോസ് ആയിട്ടുള്ള R1നും R2നും R3ക്കും അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി തന്നെയായിരിക്കും. പക്ഷെ കറണ്ട് എങ്ങനെയായിരിക്കും? കറണ്ട് നമ്മൾ ഈ മെയിൻ കറണ്ട് ഐ എന്ന് പറയുന്ന കറണ്ട് സ്റ്റാർട്ടിങ് ഫ്രം ദ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ സെൽ ഈസ് ഗെറ്റിംഗ് ഡിവൈഡഡ് ഇൻറ്റു 3 ബ്രാഞ്ചിലുമായിട്ട് ഡിവൈഡ് ചെയ്തു പോകുന്നു. കറണ്ട് ഏത് ബ്രാഞ്ചിലാണോ റെസിസ്റ്റൻസ് കുറവ് അതിൽ കൂടെ കൂടുതൽ കറണ്ട് ഒഴുകും. അപ്പം നമുക്കിവിടെ പേര് കൊടുക്കുക. R1 കൂടെ ഉള്ള കറണ്ട് I1, R2 കൂടെ ഉള്ളത് I2 ആൻഡ് I3 ഈസ് ഫ്ലോയിങ് ത്രൂ റെസിസ്റ്റർ R3. അപ്പോൾ ഇവിടെ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് PD will be same across the 3 resistors, but current flowing through each resistors will be different. Here we are using the equation for I ആണ് ഇപ്പോൾ ഡിവൈഡ് ചെയ്ത് പോകുന്നത്. സോ I is equal to I1 plus I2 plus I3 എന്ന് എഴുതാം. ഇനി ഓംസ് ലോ അനുസരിച്ച് ഓരോ കറണ്ടിൻ്റെയും ഇക്വേഷൻ നമുക്ക് നോക്കാം. I is equal to V by R അല്ലേ? ഈ മെയിൻ കറണ്ട് I ആൻഡ് പി ഡി വി ആർ എന്ന് പറയുന്നത് ഈ 3 റെസിസ്റ്ററുകൾക്ക് പകരം ഒരു സിംഗിൾ റെസിസ്റ്റൻസ് നമുക്ക് റീപ്ലേസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ R ആണ് ഈ R എന്ന് പറയുന്നത്. R is the effective resistance. I is equal to V by R. ഇനി R1 കൂടെയുള്ള കറണ്ട് I1 എങ്ങനെയാണ്? V by R1. അതുപോലെ I2 is equal to V by R2 and I3 is equal to V by R3. അത് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഐക്ക് പകരം V by R കൊടുക്കുക is equal to I1ന് V by R1, I2ന് V by R2 and I3ക്ക് V by R3. ഇവിടെ എന്താണ് കോമൺ ആയിട്ട് കോമൺ ഫാക്ടർ ഏതാണ്? 3 റെസിസ്റ്ററിലൂടെയുള്ള V ആണ്. അതിവിടെ ഇക്വേഷനിലും കോമൺ ആണ്, കട്ടായി പോകും. ബാക്കിയുള്ളത് എന്ത് വരും? 1 by R is equal to 1 by R1 plus 1 by R2 plus 1 by R3. So this is the equation for effective resistance when 3 resistors are connected in parallel. ഇനി n resistors ഉണ്ടെങ്കിൽ എങ്ങനെ വരും ഇക്വേഷൻ? 1 by R effective is equal to 1 by R1 plus 1 by R2 plus 1 by R3 etc. up to 1 by Rn വരും അല്ലേ? Rn വരെ വരും. അപ്പോൾ നമ്മൾ n റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 1 by R effective എന്ന് പറയുന്നത് is equal to n by R എന്ന് വരും. or what is the value? n റെസിസ്റ്റേഴ്സ് ഓരോന്നിൻ്റെയും വാല്യൂ n ആയിട്ടുള്ള ഓരോന്നിൻ്റെയും വാല്യൂ R ആയിട്ടുള്ള കുറേ റെസിസ്റ്റേഴ്സ് n റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇഫക്റ്റീവ് വാല്യൂ എന്ന് പറയുന്നത് n by R വരും. R effective is equal to R by n എന്ന് വരും. R effective is equal to R by n. അപ്പോൾ നമുക്ക് ആ ഇക്വേഷനിൽ നിന്ന് 2 ഇക്വേഷനിൽ നിന്ന് മനസ്സിലാക്കാം. സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് അതിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്താണ് വരുന്നത്. ബട്ട് വെൻ റെസിസ്റ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ effective resistance decreases.